അപ്പോഴേ ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയാണേ. അപ്പം ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിനുള്ള മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട്. മേക്കപ്പ് ഒന്നുമില്ല, രാവിലെ എഴുന്നേറ്റ് പല്ല് പോലും തേച്ചില്ല. പക്ഷേ ആദ്യമേ മുടി സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാനെല്ലാം ലയിച്ചു. അപ്പോൾ ഞങ്ങളുടെ പിങ്കു വന്ന് എടി പോയി നിന്നെ നാറുന്നടി പോയി വൃത്തിയാവടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തടസ്സപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ പിങ്ക് വേണം എല്ലാത്തിനും. സത്യം പല്ല് തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, അവൾ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പോയേക്കുന്നു രാവിലെ. ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും മിക്കുവും പിങ്കുവും പപ്പിയൊക്കെ കേട്ടോ. സത്യം ഞാൻ ബാത്റൂമിൽ കയറിയാൽ അതിൻ്റെ ഫ്രണ്ടിലെ വാതിക്കയിൽ ഞാൻ ഇറങ്ങുന്നത് വരെ അവിടെ ഉണ്ടാവും. ഞാൻ എവിടെ പോന്നു അവിടെ എൻ്റെ പുറവിന് വാല ഉണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ റൂമിനകത്ത് നിൽക്കുന്നുണ്ടോ അവർ റൂമിനകത്ത് നിൽക്കുന്നു. ഞാൻ പുറത്തോട്ടിറങ്ങാമെങ്കിൽ വല എൻ്റെ പുറകെ ഇഞ്ഞ് പോരും. സാധാരണ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പല്ല് തേപ്പും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാനുള്ളപ്പോഴേ അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. ഈ പെണ്ണിന് തലതിരിഞ്ഞ പെണ്ണാന്ന് തോന്നുന്നു. അതുകൊണ്ട് നേരം വെളുത്ത് എഴുന്നേറ്റപ്പോഴേ ദാണ്ട സാധനവും അത് കുത്തിയിട്ട് കണ്ട മുടി പിടിച്ച് നല്ലൊരു മുടിയായിരുന്നു കേട്ടോ. ഈ പെണ്ണ് ചുമ്മാതെ നശിപ്പിച്ച് കളയുക ഇത്. നല്ല ഉള്ളൊക്കെയുള്ള നല്ല മുടിയായിരുന്നു. ചുമ്മാതെ ഈ സാധനമൊക്കെ വെച്ച് തേച്ച് എന്തും പറയാനാന്ന് പറ. രണ്ടാമത്തെ കൊല കേട്ടോ. ആദ്യത്തെ കൊല ഞങ്ങൾ മൊത്തം പഠിപ്പിച്ച് തീർന്ന വഴി അറിഞ്ഞില്ല. പുറത്തിരുന്നതിനെക്കാട്ടിലും ഗുണമല്ലേ നമ്മൾ പഠിപ്പിച്ച് തരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും പഠിപ്പിക്കാമെന്നും കരുതി ഞാൻ ഒരു കൊല്ലം കൂടെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ വീട്ടിലെ ജോലികൾ കംപ്ലീറ്റും തീർത്ത് വെച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ മിക്കുവിനും എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തിട്ട് വേണ്ടേ പോകാൻ. പിന്നെ ഇന്ന് അമ്മ ഇവിടെ ഉണ്ടേ. ജനുവരി മാസത്തെ റേഷൻ കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് റേഷൻ കട അവധി കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ അടുക്കള കയറുന്ന കാര്യം വലിയ മടിയുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചമ്മന്തി അരച്ച് ഒരു മീനും അങ്ങ് വറുത്ത് വയ്ക്കുക. അതുകൊണ്ട് മിക്കും എൻ്റെ മൂടും തിരിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പം എന്തിനാ അങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നത്? സാധാരണ ഇവരൊക്കെ മീൻ കണ്ടിക്കുന്നത് നോക്കി ഇങ്ങോട്ടല്ലേ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കൊതി കൊണ്ടായിരിക്കും, കൊതി കൂടി പോയിട്ടായിരിക്കും അങ്ങോട്ട് തിരിഞ്ഞിരുന്നത്. ഇനി എന്താ ഞങ്ങൾ മേടിക്കാത്തൊരു മീൻ കേട്ടോ, മുരളെന്ന് പറഞ്ഞ് ചുണ്ട് നീണ്ടിരിക്കുന്നത്. കഴിക്കുക എന്തായാലും ഒരു മീനും വറുത്ത് ചമ്മന്തി അരച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഞങ്ങൾക്ക് ഇനി വൈകിട്ടത്തേക്കൊക്കെ മതിയല്ലോ. അങ്ങനെ പിന്നെ റെഡി ആയിട്ടോ. കല്യാണം 12:45 കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. തൊട്ടടുത്തല്ല, എന്നാലും കുറച്ചങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ തന്നെ ഞങ്ങൾ റെഡിയായി. ഞാനും അശ്മിയും ലച്ചും കല്യാണത്തിനൊക്കെ പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ആശ്മിക്ക് എവിടെ പോയാലും ഈ കൂറ ഉടുപ്പുകളും ഞാൻ അന്നേരം പറഞ്ഞത് ഇപ്പം എന്നോട് വേറെ നല്ല ഉടുപ്പെടുത്തല എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന്. അമ്മ താണ്ട ഏത്തയ്ക്ക, നമ്മുടെ പച്ചേത്തയ്ക്ക കാര്യമായിട്ടിരുന്നങ്ങ് പുഴുങ്ങി തരുന്നുണ്ട് കേട്ടോ. ലച്ചു പഴങ്ങിഞ്ഞും കുടിച്ചു, ഞാൻ ഇച്ചിരി ചോറും ചമ്മന്തിയും കഴിച്ചു. ഞാനും അശ്മി. അമ്മയ്ക്കാണെങ്കിൽ ആണ്ട് ഈ പച്ച ഏത്തയ്ക്ക ഇവിടെ ആർക്കും അങ്ങനെ കഴിക്കാൻ വേണ്ടതുകൊണ്ട് അമ്മ നണ്ട ചരുവത്തോടെ എടുത്തുകൊണ്ട് വെച്ച് ഉണക്കമീനൊക്കെ കുട്ടി കഴിക്കും കേട്ടോ. ഞാനിവിടെ ഇല്ലെങ്കിൽ മിക്കുവിനൊക്കെ ചോറ് കൊടുക്കുന്ന കാര്യം ഭയങ്കര കഷ്ടട്ടോ. അമ്മ കൊടുക്കത്തില്ല, അമ്മയ്ക്ക് ഒന്നും പറ്റത്തില്ലെന്ന് പറയും കേട്ടോ. അമ്മ ബെല്ലയുടെ കാര്യം നോക്കി, ഇവരുടെ ഒന്നും കാര്യം എല്ലാവരുടെയും കൂടെ കാര്യം അമ്മ നോക്കത്തില്ല. മിക്കുവിനൊക്കെ ചോറ് കൊടുക്കാതെ പോയാൽ പിന്നെ എനിക്കൊരു സമാധാനമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ മീനൊക്കെ കണ്ടിച്ച് അവർക്കൊക്കെ ചോറ് കൊടുത്തു കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് എളുപ്പമല്ലല്ലോ, ലേറ്റാവത്തില്ലേ. എന്നാൽ വീട്ടിൽ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അമ്മ ഇതൊന്നും ചെയ്യത്തൊന്നുമില്ല. പോകുന്ന വഴിക്ക് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കയറണമായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഉത്സവത്തിനും നെടിയുള്ള ഉത്സവത്തിനും എപ്പോഴും യൂണിഫോം അവിടെ ഇട്ടു പോരുന്നു ലച്ചു കേട്ടോ. ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞായിരുന്നു യൂണിഫോം ഊരി 2 പേരുടെയും ബാഗ് വയ്ക്കണേ, ഇല്ലെങ്കിൽ പിന്നെ വിട്ടു പോകുന്നു കേട്ടോ. ആഷ്മി കറക്റ്റായിട്ട് അത് ചെയ്തു കേട്ടോ. ആഷ്മി യൂണിഫോമും സോക്സൊക്കെ ഊരിയിട്ട് അവിടെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചായിരുന്നേ. ലച്ചു അവിടെ ഇട്ടേച്ചു പോരുന്നു. അങ്ങനെ അത് എടുക്കാനായിട്ട് അവിടെ കയറുത് കേട്ടോ. അവരുടെ വീടിൻ്റെ അടുത്താണ് ആഡിറ്റോറിയം കേട്ടോ. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യൂണിഫോമൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ ദാണ്ട് ഓഡിറ്റോറിയത്തിൽ വന്നു കേട്ടോ. ആരും വന്നിട്ടില്ല, ഞങ്ങളെ വന്നിട്ടുള്ളൂ. ഞങ്ങളും ഇതിന് എത്ര നേരത്തെ വന്നതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. എനിക്ക് മുഹൂർത്തം തെറ്റിപ്പോയേ. ഞാൻ വിചാരിച്ചു 12:15 ഞാൻ ആദ്യം നോക്കിയപ്പോൾ 12:15 12:35 ഇടയ്ക്കെന്നായിരുന്നു കേട്ടോ. അപ്പം 12:35 എന്ന് പറയുന്നത് ഞാൻ വായിച്ചില്ല, 12:15 വായിച്ചേട്ടോ. എന്നാലും ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഞങ്ങളൊരു 11:00 ആയപ്പോഴത്തേക്കിന് ഇഞ്ഞ് പോരുന്നു. നേരത്തെ വരണ്ടായിരുന്നു, ആരും വന്നിട്ടില്ല. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും ഓഡിറ്റോറിയം ഒന്ന് കാണുന്നത് ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം കേട്ടോ. അവിടേക്ക് ഒന്ന് ആൾക്കാരൊക്കെ കൂടുന്നതിന് മുമ്പ് ഒന്ന് കറങ്ങി കിടന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. നല്ല സെറ്റപ്പ് ഓഡിറ്റോറിയം ആയിരുന്നേ. അവിടെ ചെന്നപ്പം തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ കല്യാണത്തിന് ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നത് ബജിയും ഏത്തയ്ക്കപ്പം അങ്ങനെയൊക്കെ കഴിക്കാൻ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ആദ്യമായിട്ടാണ് കിടന്നത് കേട്ടോ. റിസപ്ഷനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. കല്യാണത്തിന് നമുക്ക് വെള്ളം ഒക്കെ കിട്ടും, ഡ്രിങ്ക്സൊക്കെ കിട്ടും. ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ ലച്ചു സമ്മതിച്ചില്ല. ആഷ്മിയാണെങ്കിൽ എന്നെ അങ്ങോട്ടങ്ങ് വലിക്കുമായിരുന്നു. ലച്ചു എൻ്റെ ഓഡിറ്റോറിയത്തിൽ അതോട്ട് വലിക്കുമായിരുന്നു. അവസാനം ലച്ചു ജയിച്ചു. ഞങ്ങളെല്ലാം കയറി ഓഡിറ്റോറിയത്തിൽ അതങ്ങിരുന്നു. ഇതിൽ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. അമ്മച്ചി എന്ത് സുഖമായി പിള്ളേരെ. ഒരുപാട് സമയം കയറിയിരുന്നു. എത്ര സമയം കഴിഞ്ഞാൽ കല്യാണം തുടങ്ങിയെന്നറിയാമോ? എന്നും പറയാൻ. എന്നാൽ കല്യാണത്തിന് മുന്നേ ഒരു പന്തി ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് ഉണ്ണാൻ പോകാൻ പറ്റിയോ അതുമില്ല. വിശപ്പില്ലായിരുന്നു. നമ്മളിങ്ങോട്ട് ഇറങ്ങാൻ നേരമല്ലേ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്.
അതുകൊണ്ട് ആഷ്മിക്ക് ചിപ്സ് ഇച്ചിരിയെ കിട്ടിയുള്ളതുകൊണ്ട് എന്നെ എണ്ണം എടുത്ത് കാണിക്കും കേട്ടോ. പിന്നെ എൻ്റെ പാത്രത്തിലൂടെ എൻ്റെ ഇലക്കകത്തൂടെ ഇരുന്നത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇലക്കകത്തിരുന്ന മുളക് വറുത്തതും ചമ്മന്തിയും പാവയ്ക്കും എല്ലാം വാരി എൻ്റെ ഇലയിൽ ഇട്ടിട്ടുണ്ട്. സദ്യയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഞങ്ങൾക്ക് 1-2 ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഭരണിക്കലൊക്കെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഇനി പ്രത്യേകിച്ച് വീട്ടിൽ ചെന്നിട്ടും വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് കറങ്ങി അടിച്ചൊക്കെ വരാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദാണ്ട് ഒരു തുണിക്കടയിൽ കയറി. ഞങ്ങൾ ഓണത്തിന് ശേഷം ആദ്യമായിട്ടാണ് തുണിക്കടയിൽ കയറുന്നത് കേട്ടോ. ഇപ്പം അവസാനം ഓണത്തിനാണ് കയറിയത്. പിന്നെ ഇന്നാണ് കയറുന്നത്. എത്ര മാസമായെന്നാലും വെച്ചേക്കട. എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ വീട് പണിയൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്ന് ഒതുങ്ങി പിടിച്ചൊക്കെ ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ ലച്ചുവിനെടുക്കാൻ വന്നേ കേട്ടോ. ലച്ചുവിന് കുറച്ച് എന്തൊക്കെയോ വേണമായിരുന്നു. അപ്പം അവൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നതാണ്. ഒത്തിരി ഡ്രസ്സൊന്നുമില്ല, ഇച്ചിരി ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആഷ്മിക്കൊന്നും മേടിച്ച് കൊടുത്തില്ല എന്നുള്ള ഒരു പരാതിയും പരിഭവമൊക്കെ വന്നപ്പം ഞാൻ പിന്നെ കുളിക്കാനൊരു തോർത്തൊന്ന് പന്നലായിരുന്നു. അപ്പം പിന്നെ ഒരു കുളിക്കാനൊരു തോർത്തെടുത്തിട്ട് കൊടുത്ത് ആഷ്മി അങ്ങ് ഞാൻ സമാധാനിപ്പിച്ചു കേട്ടോ. പിന്നെ എനിക്ക് 2 പാൻറ്റും മേടിച്ചേട്ടോ. വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ഇപ്പം കയറിയിരിക്കുന്നത് ബേക്കറിയിലാണ്. നമ്മളെല്ലാം കല്യാണത്തിന് ചെന്നപ്പം അവിടെ തിന്നാനും കുടിക്കാനും ഒന്നും നമ്മൾ ഡ്രിങ്ക്സ് കുടിക്കാനും മറ്റേ പഴംപൊരി കഴിക്കാൻ കയറ്റില്ലെന്ന് പറഞ്ഞില്ലേ ആഷ്മിയെ. അപ്പം അന്നേരം എന്നോട് പറഞ്ഞത് എനിക്ക് പോകുന്ന വഴിക്ക് ഷാർജ മേടിച്ച് തരണം കേട്ടോ. അതിന് എന്നെ ഇപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം കയറിയൊക്കെ കേട്ടോ ബേക്കറിയിലോട്ട്. അപ്പം ആഷ്മി ഓറിയോ ഷേക്കും ലച്ച് സാദാ ഷേക്കും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് സദ്യ ഇപ്പം അങ്ങോട്ട് കഴിച്ചതേ ഉള്ളേ. അതിൻ്റെ പുറവിലാണ് ഈ ഷേക്ക് കുടിക്കുന്നത്. എന്താവോ എന്ത്. വൈകുന്നേരം കുഴിമന്തി വേണമെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് സദ്യയും കഴിച്ചിട്ട് വൈകുന്നേരം കുഴിമന്തി വേണമെന്നാണ് പറഞ്ഞിരുന്നത്. സാധാരണ അമ്മ ഞായറാഴ്ചകളിൽ അമ്പലങ്ങളിലോ അമ്മയുടെ അമ്മയുടെ അമ്മയെ കാണാനൊക്കെ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച അമ്മ അങ്ങനെ വല്ലതും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കഞ്ഞിയും പയറും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് പോയില്ല കേട്ടോ. എങ്ങും പോയില്ല, വീട്ടിൽ തന്നെ ഇരുന്നത്. അങ്ങനെയാണ് ചോറങ്ങ് ആക്കിയത് കേട്ടോ. അപ്പോൾ ആഷ്മിക്ക് ഉടനെ കുഴിമന്തി വേണം. ഈ സദ്യ കഴിച്ചേച്ച് ഞാൻ പറഞ്ഞു കുഴിമന്തി ഒന്നും ഇന്നില്ല, നാളെ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു കാരണമുണ്ട്, കുഴിമന്തിയും കൂടെ മേടിക്കാത്തൊരു കാരണമുണ്ട് ഇത് മേടിക്കാനായിട്ടേ. 2 പേരും എക്സ്ചേഞ്ച് ചെയ്യുവാണ് ടേസ്റ്റ് നോക്കാനായിട്ട്. 2 പേരും 2 ഇതല്ലേ പറഞ്ഞേക്കുന്നത്. ആഷ്മിക്ക് ആ ഓറിയോടെ ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ലച്ചുവിൻ്റെ ആയിരുന്നു നല്ലത്, മറ്റേത് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഇതാണ് അവളിങ്ങനെ ചുമ്മാ കണ്ണി കാണുന്ന ഓർഡർ ചെയ്യും. അവസാനം അത് ലച്ചു തന്നെ കഴിച്ച് തീർക്കേണ്ടിയും വരും. ഇത് സ്ഥിരം പരിപാടി. അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും നമ്മൾ പച്ചക്കറി കടയിൽ കയറി. കുറച്ച് പച്ചക്കറിയൊക്കെ വേണം കേട്ടോ. ഹോൾസെയിൽ കടയിൽ കയറി. പിന്നെ നാളെ ഇനി സ്കൂളിൽ പോകണം. നാളെ ലച്ചുവിന് പരീക്ഷ ഉച്ചവരെ ഉള്ളൂ. ആഷ്മിക്ക് ചോറൊക്കെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ കിഴങ്ങ് മെഴുക്കുരട്ടിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടെങ്കിൽ ആഷ്മിയെ ഇപ്പം ഞാൻ മിക്ക ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താണ് വിടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് നാളെ രാവിലെ ഇടിയപ്പം കിഴങ്ങറിയാക്കി അത് കൊടുത്തു വിടാമെന്ന് വെച്ചിട്ട്. അപ്പോൾ കിഴങ്ങും സവാളയും പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. അതങ്ങനെ കയറിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം ഞാൻ പറഞ്ഞില്ലേ നാളെ പരീക്ഷയാണെന്ന്. അപ്പോൾ ലച്ച് വന്ന പാടെ ഡ്രസ്സൊക്കെ മാറി പഠിക്കാനിരുന്ന്. ആഷ്മി കളിക്കാനും പോയിട്ടുണ്ട്. ആഷ്മിക്കും പരീക്ഷയുണ്ട്. പിന്നെ ഒരു ചാപ്റ്ററൊക്കെ അവളത് പഠിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആഷ്മി അപ്പുറത്തെ കൂട്ടുകാരുടെ കൂടെ ഇന്ന് കളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് വേണ്ടിയിട്ടൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നെസ്റ്റൾജിക് സാധനം കേട്ടോ. ഞാനതങ്ങ് മറന്നുപോയായിരുന്നു. ഞാൻ പിന്നെ വന്ന് അയൽക്കൂട്ടത്തിൽ നമ്മുടെ സ്ത്രീശക്തി തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്. പിന്നെ സ്ത്രീശക്തി പോയേ പറ്റത്തുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് വന്നപ്പോഴാണ് പിന്നെ ഓർത്തത് എൻ്റെ ഒരു കാര്യം. അങ്ങനെ ഞാൻ അത് പോയി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, ഇതിനിവിടെ എല്ലാവരും അടിയാട്ടോ. കണ്ടോ ഞാനത് പൊട്ടിക്കാൻ സമ്മതിക്കാതെ ലച്ചു മേടിച്ചെടുത്തേക്കും കേട്ടോ. എന്തുമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മധുരപ്പുളി കേട്ടോ. അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോയത്. എൻ്റെ ഒരു കൂട്ടുകാരി മേടിച്ചപ്പോൾ എനിക്ക് കുറച്ച് കൊണ്ട് തന്നു കേട്ടോ. അപ്പോഴാണ് ആ കടയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫർണിക്കാൻ പോയത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഈ ഒരു പാക്കറ്റേ ഉള്ളൂ. അത് ഞാനിഞ്ഞ് മേടിച്ചു. അയ്യോ എന്ത് രസമാണെന്നറിയാമോ ഇത് തിന്നാനായിട്ട്. അയ്യോ ഒന്നും പറയണ്ട. ഇത് വേണ്ട പൊട്ടിച്ച് വേണ്ട നിറച്ചുകൊണ്ട് കേട്ടോ. പക്ഷേ ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ. വിലയുടെ അത്രയും സാധനമൊന്നും ഇല്ല. വിലയൊക്കെ ഇച്ചിരി പുളിക്കൊക്കെ ഇത്രയും വില എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതൊരു ഭയങ്കര സംഭവമില്ലയോ. അല്ല പിന്നെ ഇച്ചിരി മധുരം ഉണ്ടെന്നല്ലേ ഉള്ളൂ. നമ്മുടെ പുളിക്ക് ഇച്ചിരി പുളിയുണ്ട്. എവിടുത്തെയാണെന്നോ എന്തോ അവിടുത്തെ പുളിക്ക് ഇച്ചിരി മധുരമുണ്ട്. ഇത്രയും വിലയൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും കൊതി കണ്ടാൽ പിന്നെ എത്ര വിലയാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നതെങ്കിൽ നമ്മളിനി മേടിക്കും. അത് എനിക്കിതൊക്കെ കണ്ടാൽ ഇത് പേരയ്ക്ക മാങ്ങ ഒക്കെ കണ്ടാൽ ഞാൻ മേടിക്കും കേട്ടോ. അങ്ങനെ ആപ്പിൾ ഓറഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മേടിക്കും കേട്ടോ. അതുപോലെ വെള്ള പേരയ്ക്ക, നല്ല മാങ്ങ, നല്ല ചില അധികം പഴുക്കാത്ത മാങ്ങയുണ്ടല്ലോ. നമുക്കിവിടെ മാവൊന്നുമില്ലല്ലോ.
അങ്ങനെ അധികം പഴുക്കാത്ത മാങ്ങയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ കാശ് കൊടുത്ത് മേടിക്കും കേട്ടോ. ടേസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നിയപ്പോൾ തീരാറായി കേട്ടോ. പിന്നെ ലച്ചുവിന് മനസ്സിലാക്കി കിട്ടത്തില്ല മേടിച്ചില്ലെങ്കിലൊന്നും. അശ്മി ഇവിടെ ഒന്നും ഇല്ല, അപ്പം ലച്ചു എൻ്റെ ഇത് മേടിച്ച് തിന്നാണ് കേട്ടോ. സൂപ്പർ മധുരം എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ ഇതൊന്നുമല്ല രസം, കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് ഉപ്പ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഈ മധുരപ്പുളി തിന്നാനായിട്ട്. എന്തോ പറയാനാന്ന് പറ. അമ്മ ദാണ്ട് തയ്ക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. ദാണ്ട് ലച്ചുവിൻ്റെ ഒരു പാൻറ് ഏതാണ്ടൊന്ന് തയ്യൽ വിട്ടുപോയിട്ടോ. അപ്പോൾ അത് തയ്ക്കുകയാണ്. അവധി ദിവസങ്ങളിലാണ് അമ്മയ്ക്ക് തയ്യലും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മയും സാധാരണ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ കഴിക്കാറില്ല. എന്നാലും ഞാൻ നിർബന്ധിച്ച് ഒന്ന് തീറ്റിച്ചു കേട്ടോ. അപ്പോൾ അത് നല്ല സൂപ്പർ മധുരം എന്ന് പറഞ്ഞു കേട്ടോ. മധുരമായതുകൊണ്ട് അമ്മ വിചാരിച്ച് പുളിയായിരിക്കും, ഞാൻ ചുമ്മാ പറയുന്നത് വിചാരിച്ചിട്ടോ. അപ്പോൾ തിന്നപ്പോൾ നല്ല മധുരം. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി ഇതാർക്കും ഞാൻ കൊടുക്കത്തില്ല. ആഷ്മിക്ക് നേരത്തെ ഒരെണ്ണം കൊടുത്തിട്ട് ബാക്കി ഞാൻ കൊണ്ടുവച്ച് തിന്നും കേട്ടോ. അതുകൊണ്ട് ഇവിടെ വന്നെങ്കിൽ ഒരു പ്ലേറ്റ് ഉപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ മധുരപ്പുളി തിന്നാനായിട്ട്. എന്നിട്ട് ആ ഉപ്പ് അവിടെ എല്ലാം അങ്ങ് തള്ളി താഴെയിട്ട്. എന്തോ പറയുന്നത്, സാധാരണ നമ്മൾ പുളിയല്ലേ ഉപ്പും കൊണ്ട് തിന്നുന്നേ. എന്തോ പറയുന്നത്, ഇപ്പോൾ പിള്ളേരോടൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞാൻ ഉപ്പാട് നശിപ്പിച്ചപ്പോൾ ഒക്കെ സമാധാനമായി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.